So, good morning and welcome to the show. Morning and morning viewers. Good morning, sir. Sir, Dow Jones, S&P 500 and Nasdaq. ഈ മൂന്ന് ഇൻഡെക്സിൽ പരിശോധിക്കുകയാണെങ്കിൽ ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കാണാൻ സാധിച്ചത്. ആൻഡ് ഡോ ജോൺസ് പരിശോധിക്കുകയാണെങ്കിൽ 0.99% ഇടിവാണ് രേഖപ്പെടുത്തിയത്. നാസ്ഡാക്കിൽ ഓൾമോസ്റ്റ് 1.30% ശക്തമായ ഇടിവ് നാസ്ഡാക്ക് രേഖപ്പെടുത്തി. S&P 500 നോക്കുകയാണെങ്കിൽ 0.96% ഇടിവ്. സോ അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിൽ സാറിൻ്റെ ടേക്ക് എന്താണ്? ആനന്ദ്, അമേരിക്കൻ വിപണിയിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. സോ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യം, കഴിഞ്ഞ നവംബർ മാസത്തിൽ നൽകിയ ഓൾ ടൈം ഹൈ ലെവൽ 45,071 പോയിന്റ് തൊട്ടടുത്ത നാസ്ഡാക്ക് ഡൗ ജോൺസ് ഇൻഡെക്സ് ട്രേഡിംഗ് നടത്തി വരുന്നത്. സോ നാച്ചുറലി ആ ഒരു ലെവൽ എത്തുമ്പോഴേക്കും നമ്മളൊരു അല്പം വോളറ്റിലിറ്റി പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. 43,600 പോയിന്റിലായിരിക്കും നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. 21,900 പോയിന്റിലെ മേജർ റെസിസ്റ്റൻസ് ആൻഡ് മേജർ സപ്പോർട്ട് 20,900 പോയിന്റ്. സോ ബിറ്റ്വീൻ 20,900 ആൻഡ് 21,900 പോയിന്റ്സിനിടെ നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ ട്രെൻഡ് സൈഡ് വേസ് തന്നെ തുടരും. അപ്പം കൊമോഡിറ്റി മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ 6 ആഴ്ച കൊണ്ട് ഗോൾഡ് പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ 6 ആഴ്ച കൊണ്ട് ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് ഗോൾഡ് തന്നേക്കുന്നത്. ആൻഡ് 6 വീക്സ് കൊണ്ട് മാത്രം 9.42% മുന്നേറ്റമാണ് ഗോൾഡ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആൻഡ് വീക്കിലെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കാണ് ഗോൾഡ് തന്നേക്കുന്നത്. ആൻഡ് നോക്കുകയാണെങ്കിൽ ഏകദേശം 0.44% മുന്നേറ്റം ഗോൾഡ് കാഴ്ചവെക്കുന്നുണ്ട്. ആൻഡ് നിലവിൽ ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് $2,900 സോ ഗോൾഡിൽ സാറിൻ്റെ ടേക്ക് എന്താണ്? സ്വർണത്തിന്റെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഒരു വീക്ക്നെസ് അറ്റ് ദ മൊമെന്റ് കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും ഇത്രയും ഹൈ ലെവൽസിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം സ്വർണത്തിൽ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ $2,818 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. യെസ് സർ. അപ്പം WTI ക്രൂഡിലേക്ക് വരികയാണെങ്കിൽ നിലവിൽ 0.59% മുന്നേറ്റമാണ് WTI ക്രൂഡ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആൻഡ് നിലവിൽ ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് $71.42. സോ WTI ക്രൂഡിൽ സാറിൻ്റെ ടേക്ക് എന്താണ്? ക്രൂഡിന്റെ കേസിൽ കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് നമുക്ക് ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. സോ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പൊ ക്രൂഡിന്റെ കേസിൽ നമുക്ക് ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. ക്രൂഡിന്റെ കേസിൽ നമുക്ക് ഷോർട്ട് ടേം ട്രെൻഡ് തിരിച്ച് ബുള്ളിഷായി മാറണമെങ്കിൽ $74 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ഓൾറെഡി കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ $70 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. യെസ് സർ. അപ്പം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ ഏകദേശം 0.18% ഒരു മുന്നേറ്റം ഒരു 0.18% ഇടിവോട് കൂടിയ നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്നത്. പക്ഷെ 43 പോയിന്റ് ഇടിഞ്ഞ് 23,559 പോയിന്റ്. സോ നിഫ്റ്റിയിൽ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി 50യുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും അറ്റ് ദ മൊമെന്റ് ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് നമുക്ക് ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സലിന് ഒരു ഹൈ പോസിബിലിറ്റി കാണുന്നുണ്ട്. നമ്മൾ നിഫ്റ്റി ഹെവി വെയ്റ്റ്സ് ആൻഡ് ഓവറോൾ മാർക്കറ്റിൽ തന്നെ നമ്മൾ പൂർണ്ണമായിട്ട് ഷോർട്ട് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യണം. ബിക്കോസ് ട്രെൻഡ് റിവേഴ്സൽ ബുള്ളിഷ് ട്രെൻഡ് റിവേഴ്സലിന് ഒരു ഹൈ പോസിബിലിറ്റിയാണ് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 23,800 പോയിന്റ്. സോ 23,800 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. അതിനുശേഷം നിഫ്റ്റി 50 ഫേസ് ചെയ്യാൻ പോകുന്ന മേജർ റെസിസ്റ്റൻസ് 24,400 പോയിന്റിലായിരിക്കും. യെസ് സർ. ഇപ്പം ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ ട്രേഡിംഗ് സെഷൻ RBI മോണിറ്ററി പോളിസി അനുവദിച്ച് ബാങ്ക് നിഫ്റ്റി ഒരു വളരെ ഹൈലി വോളറ്റൈൽ സെഷൻ ആയിരുന്നു കാണാൻ സാധിച്ചത്. നിയർലി 1.56% റേഞ്ചാണ് ബാങ്ക് നിഫ്റ്റി ക്രിയേറ്റ് ചെയ്തത്. ആൻഡ് ഏകദേശം 0.44% ഇടിഞ്ഞ് 50,158 പോയിന്റിലാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്നത്. സോ ബാങ്ക് നിഫ്റ്റിയിൽ സാറിൻ്റെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ട്രെൻഡ് നിലവിൽ സൈഡ് വേസ് ആയി തന്നെ തുടരുന്നു. സോ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണണമെങ്കിൽ ആദ്യം തന്നെ 50,800 പോയിന്റ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അതിനുശേഷമുള്ള മേജർ റെസിസ്റ്റൻസ് 51,300 പോയിന്റിലാണ് കാണുന്നത്. ഈ 2 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ വലിയൊരു മുന്നേറ്റം എക്സ്പെക്ട് ചെയ്യാം. യെസ് സർ. അപ്പം സ്റ്റോക്സ് ഇൻ ഫോക്കസിലേക്ക് വരികയാണെങ്കിൽ നിലവിൽ ഫോക്കസിലുള്ള സ്റ്റോക്ക് SBI കാർഡ്സ് ആണ്.
SBI കാർഡ്സ് ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ ഏകദേശം 0.60% മുന്നേറ്റമാണ് SBI കാർഡ്സ് രേഖപ്പെടുത്തിയത്. ആൻഡ് ഒരു വീക്ക്ലി പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ വീക്ക്ലി ബേസിസിൽ ഏകദേശം 5.57% മുന്നേറ്റം SBI കാർഡ്സ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആൻഡ് ട്രേഡിംഗ് ക്ലോസ് ചെയ്തേക്കുന്നത് 815 രൂപയിലാണ്. സോ SBI കാർഡ്സ് സാറിൻ്റെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഈ വർഷത്തിന്റെ തുടക്കം മുതൽ തന്നെ SBI കാർഡ്സ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന് ഔട്ട് പെർഫോമൻസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ തുടർന്ന് SBI കാർഡ്സിന്റെ കേസിൽ ഓൾറെഡി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുമുണ്ട്. സോ നമുക്ക് അറ്റ് ദ മൊമെന്റ് SBI കാർഡ്സിന്റെ കേസിൽ ഒരു ലോ റിസ്ക് ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ആഴ്ചത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് 819 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത റെസിസ്റ്റൻസ് 828 അതിനുശേഷം 860 ആയിരിക്കും. ഈ രണ്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ലോങ് ടേം ട്രെൻഡിൽ ശക്തി പ്രാപിക്കും. അതിനുശേഷമുള്ള മേജർ റെസിസ്റ്റൻസ് 890 ആയിരിക്കും. യെസ് സർ. മറ്റൊരു ഫോക്കസിൽ വന്നേക്കുന്ന ഒരു ഓഹരി എന്ന് പറഞ്ഞ LIC ആണ്. LICയുടെ റിസൾട്ട് പോസ്റ്റ് മാർക്കറ്റ് അവേഴ്സിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. LIC നെറ്റ് പ്രോഫിറ്റിൽ ഏകദേശം 16.26% മുന്നേറ്റമാണ് LIC രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബട്ട് നെറ്റ് പ്രീമിയം ഇൻകം നോക്കുകയാണെങ്കിൽ ഏകദേശം 8.6% ഒരു ഇടിവ് NPIയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആൻഡ് LIC അവസാന ട്രേഡിംഗ് സെഷനിൽ ഏകദേശം 1.53% ഇടിഞ്ഞ് 816 രൂപയിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ LICയിൽ സാറിൻ്റെ ടേക്ക് എന്താണ്? LICയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് ഒരു ലോ റിസ്ക് ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. LICയുടെ മേജർ സപ്പോർട്ട് കാണാൻ സാധിക്കുക 800 രൂപയിലാണ്. LICയുടെ കേസിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 880 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 920, അതിന് ശേഷമുള്ള റെസിസ്റ്റൻസ് 980 രൂപയിലും ആയിരിക്കും. യെസ് സർ. മറ്റൊരു ഫോക്കസിൽ വന്നേക്കുന്ന സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഐഷർ മോട്ടോഴ്സ് ആണ്. ഐഷർ മോട്ടോഴ്സ് അവസാനത്തെ 4 സെഷനിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തി ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ ഒരു ഫ്ലാറ്റ് നോട്ടിലാണ് ഐഷർ മോട്ടോഴ്സ് ക്ലോസ് ചെയ്തേക്കുന്നത്. ആൻഡ് 0.57% മുന്നേറ്റം രേഖപ്പെടുത്തി 5372 രൂപയിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ ഐഷർ മോട്ടോഴ്സ് സാറിൻ്റെ ടേക്ക് എന്താണ്? ഐഷർ മോട്ടോഴ്സ് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത SBI കാർഡ്സിനെ പോലെ തന്നെ ഈ വർഷത്തിന്റെ ആരംഭം മുതൽ തന്നെ ഔട്ട് പെർഫോമൻസ് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് ഐഷർ മോട്ടോ. അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഐഷർ മോട്ടോഴ്സിന്റെ കേസിൽ നമുക്ക് ഈ ആഴ്ച ശ്രദ്ധിച്ചിരിക്കാവുന്ന ഒരു മേജർ റെസിസ്റ്റൻസ് 5400 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് 5500, അതിനുശേഷം 5650 ആയിരിക്കും. ആൻഡ് എൻ്റെ ഇടയ്ക്ക് ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് നമുക്ക് ആക്ച്വലി ഓട്ടോ സെക്ടറിൽ നിന്ന് പല സ്റ്റോക്സിലും ഇതേപോലെ ബുള്ളിഷ്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഫോഴ്സ് മോട്ടോഴ്സ് നിഫ്റ്റി 50യുടെ സെയിം പാറ്റേണാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ട് ഫോഴ്സ് മോട്ടോഴ്സിൽ ഒരു ട്രെൻഡ് റിവേഴ്സലിന് ഹൈ പോസിബിലിറ്റിയാണ് കാണാൻ സാധിക്കുന്നത്. ഫോഴ്സ് മോട്ടോഴ്സിന്റെ കേസിൽ ഈ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 6695 രൂപ. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 6890, 7100 ആയിരിക്കും റെസിസ്റ്റൻസ് ലെവൽസ്. M&Mന്റെ കേസ് എടുക്കുമ്പോഴേക്കും വളരെ സ്ട്രോങ് ആയിട്ടൊരു പെർഫോമൻസ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അണ്ടർടോൺ വളരെ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ബട്ട് ഈ ആഴ്ചത്തെ ട്രേഡിൽ മഹീന്ദ്രയിൽ ഞാൻ ഒരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. കറന്റ് ലെവൽസിൽ നമുക്ക് ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ഇത് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 3300, അതിനുശേഷം 3500, 3600. ടാറ്റ മോട്ടോഴ്സ് ഇതേപോലെ തന്നെ അണ്ടർ പെർഫോമൻസ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് ടാറ്റ മോട്ടോഴ്സിന്റെ കേസിൽ ഒരു ട്രെൻഡ് റിവേഴ്സലിന് ഒരു സാധ്യത കാണാൻ സാധിക്കുന്നുണ്ട്. ടാറ്റ മോട്ടോഴ്സിൽ നമ്മൾ ഈ ആഴ്ച ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 770 രൂപ. യെസ് സർ. ഓട്ടോ സെക്ടറിനെ പറ്റി വളരെ ഇൻഡെപ്ത് അനാലിസിസ് ആണ് മിസ്റ്റർ പ്രദീപ് സന്ദേശ് നമ്മളോട് പങ്കുവച്ചത്. സോ നെക്സ്റ്റ് ഒരു ഫോക്കസിലേക്ക് വന്നേക്കുന്ന സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് ആണ്. അവസാന സെഷനിൽ 0.5% ഇടിഞ്ഞ് 249 രൂപയിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ ജിയോ ഫൈനാൻഷ്യൽ സർവീസസിൽ സാറിൻ്റെ ടേക്ക് എന്താണ്? ജിയോ ഫിന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ബട്ട് ഈ ഒരു കേസിലും ട്രെൻഡ് റിവേഴ്സലിന് ഒരു സാധ്യത കാണാൻ സാധിക്കുന്നുണ്ട്. സോ നമ്മളൊരു എക്സ്ട്രാ റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ ഈ ആഴ്ചത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 256 രൂപ. അങ്ങനെ നമ്മൾ ലോങ് പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്റ്റോപ്പ് 245 അതിനുശേഷമുള്ള മേജർ റെസിസ്റ്റൻസ് 280, അതിനുശേഷമുള്ള റെസിസ്റ്റൻസ് 320 കാണാൻ സാധിക്കുന്നു. യെസ് സർ. മറ്റൊരു ഫോക്കസിൽ വന്നേക്കുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് സ്വിസ്ഡോൺ എനർജിയാണ്. അവസാന ട്രേഡ് സെഷനിൽ
സ്റ്റോക്ക് ഏകദേശം 2.39% ഇടിവാണ് കാഴ്ചവെച്ചത്. ഒരു വീക്ക്ലി റിട്ടേൺസ് പരിശോധിക്കുകയാണെങ്കിൽ -5.95% റിട്ടേൺസ് ആണ് വീക്ക്ലി ബേസിൽ തന്നേക്കുന്നത്. 6 മന്തിൽ ഏകദേശം 28% ഒരു ഇടിവാണ് സുസ്ലോൺ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആൻഡ് അവസാന ട്രേഡ് സെഷനിൽ 53.61 രൂപയിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ സുസ്ലോൺ എനർജിയിൽ സാറിൻ്റെ ടേക്ക് എന്താണ്? സുസ്ലോണിന്റെ കേസിൽ കഴിഞ്ഞ ഒരാഴ്ചയിൽ നടന്നിരിക്കുന്ന ഒരു കറക്ഷനെ തുടർന്ന് നമുക്കൊരു ലോ റിസ്ക് ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തതായിട്ട് കാണുന്നത്. എങ്കിലും ഈ ആഴ്ചത്തെ ആരംഭത്തിൽ തന്നെ നമ്മൾ ഒരു പൊസിഷൻ എടുക്കാൻ ശ്രമിക്കരുത്. 55 രൂപ 50 പൈസയുടെ മുകളിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 59 രൂപ, അതിനുശേഷം 62, അതിനുശേഷം 66. 66ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ തന്നെ പ്രതീക്ഷിക്കാം. യെസ് സർ. മറ്റൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ഓയിൽ ഇന്ത്യയാണ്. ഓയിൽ ഇന്ത്യ റിസൾട്ട് ഡിക്ലെയർ ചെയ്തേക്കാണ്. നിലവിൽ നെറ്റ് പ്രോഫിറ്റിൽ ഏകദേശം 33.38% ഇടിവാണ് ഓയിൽ ഇന്ത്യ രേഖപ്പെടുത്തിയിരിക്കുന്നത്. റവന്യൂവിലും 5.07% ഇടിവുണ്ട്. ആൻഡ് എബിഡയിലും 2.32% ഒരു ഇടിവ് എബിഡയിലും ഓയിൽ ഇന്ത്യ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആൻഡ് ഓയിൽ ഇന്ത്യ അവസാന ട്രേഡിംഗ് സെഷനിൽ ഒരു ഫ്ലാറ്റ് നോട്ടിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. 424 രൂപയാണ് LTP. സോ ഓയിൽ ഇന്ത്യ ലിമിറ്റഡിൽ സാറിൻ്റെ ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി ഓയിൽ ഇന്ത്യയുടെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു എൻട്രി അവസരം കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 380 രൂപയിൽ നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. യെസ് സർ. നമുക്ക് എന്നാലും പ്രേക്ഷകരുടെ ക്വയറീസിലേക്ക് കിടക്കാനുള്ള ടൈമായി. ഫസ്റ്റ് വന്ന ക്വയറി എന്ന് പറയുന്നത് ബജാജ് ഓട്ടോ ആണ്. ബജാജ് ഓട്ടോ നിലവിൽ ഏകദേശം 1.62% മുന്നേറ്റമാണ് അവസാന ട്രേഡിംഗ് സെഷനിൽ കാഴ്ചവെച്ചേക്കുന്നത്. ആൻഡ് വീക്ക്ലി ബേസിസിൽ ബജാജ് ഓട്ടോ ഏകദേശം 2.15% റിട്ടേൺസും ബജാജ് ഓട്ടോ തന്നിട്ടുണ്ട്. ആൻഡ് LTP എന്ന് പറയുന്നത് 8,989 രൂപയാണ്. സോ ബജാജ് ഓട്ടോയിൽ സാറിൻ്റെ ടേക്ക് എന്താണ്? ബജാജ് ഓട്ടോയിൽ ഒരു ഡിസ്ക്ലോഷർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. എനിക്ക് ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് ലോങ് പൊസിഷൻ ഉണ്ട്. ആൻഡ് ബജാജ് ഓട്ടോയുടെ കേസിൽ നല്ലൊരു ലോ റിസ്ക് ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യുന്ന ആദ്യത്തെ റെസിസ്റ്റൻസ് 935, അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 250, 450, 700. 700ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ ആ ലെവലിൽ നിന്നും വലിയൊരു കുതിപ്പ് തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. യെസ് സർ. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചേക്കുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് ബ്ലൂ സ്റ്റാർ ലിമിറ്റഡ് ആണ്. അവസാന സെഷനിൽ 2.89% മുന്നേറ്റമാണ് ബ്ലൂ സ്റ്റാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സോ ബ്ലൂ സ്റ്റാറിൽ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ബ്ലൂ സ്റ്റാറിന്റെ കേസിൽ കഴിഞ്ഞ 2 ആഴ്ചക്കിടെ നമുക്ക് നല്ലൊരു റിക്കവറി കാണാൻ സാധിച്ചിരിക്കുന്നത്. അതിനെ തുടർന്ന് നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. നമ്മളൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 2080 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അതിനുശേഷമുള്ള റെസിസ്റ്റൻസ് 2150, 2240, 2300. യെസ് സർ. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചേക്കുന്ന ഒരു ഓഹരി എന്ന് പറയുന്നത് NTPC ഗ്രീൻ എനർജി ലിമിറ്റഡ് ആണ്. ടെക്നിക്കൽ വൈസ് നോക്കുകയാണെങ്കിൽ ലിസ്റ്റിംഗ് പ്രൈസിനോട് വളരെ ക്ലോസ്ലി ആണ് നിലവിൽ ഓഹരി ട്രേഡിംഗ് ക്ലോസ് ചെയ്തേക്കുന്നത്. ആൻഡ് അവസാന ട്രേഡിംഗ് സെഷൻ ഏകദേശം 0.61% മുന്നേറി 112 രൂപയിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ NTPC ഗ്രീൻ എനർജി ലിമിറ്റഡിൽ സാറിൻ്റെ ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി NTPC ഗ്രീനിൽ നമുക്ക് ട്രെൻഡ് എല്ലാം ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ ഈ സ്റ്റോക്കിൽ കാണണമെങ്കിൽ ആദ്യം തന്നെ 120, അതിനുശേഷം 125ന്റെ റെസിസ്റ്റൻസസ് ബ്രേക്ക് ചെയ്യണം. യെസ് സർ. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചേക്കുന്ന ഒരു ഓഹരിയാണ് ശോഭ ലിമിറ്റഡ്. അവസാന സെഷനിൽ 1.85% ഇടിവാണ് ശോഭ ലിമിറ്റഡ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ശോഭ ലിമിറ്റഡിൽ സാറിൻ്റെ ടേക്ക് എന്താണ്? ശോഭയുടെ കേസിൽ പല റിയാലിറ്റി സ്റ്റോക്സിനോട് തന്നെ നമുക്ക് നല്ലൊരു ട്രെൻഡ് റിവേഴ്സലിന് ഒരു സാധ്യത കാണുന്നുണ്ട്. നിലവിൽ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ട്രെൻഡ് ബെയറിഷ് ആണെങ്കിൽ പോലും വരും സെഷൻസിൽ ഞാൻ ഒരു ട്രെൻഡ് റിവേഴ്സൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ശോഭയുടെ കേസിൽ 1355 ആയിരിക്കണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 1420, 1500, 1550, 1650. യെസ് സർ. ജെയ്സൺ എന്നൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് NHPCനെ പറ്റിയാണ്. NHPC റിസൾട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് ഏകദേശം 52.5% ഇടിവാണ് NHPC നെറ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. റവന്യൂവിൽ 11.3% വർധനവ്. ഇയർ ഓൺ ഇയർ ബേസിസ് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഇയറിൽ
2055 കോടി രൂപയായിരുന്നെങ്കിൽ ഈ ഒരു വർഷം രേഖപ്പെടുത്തിയേക്കുന്നത് 2287 കോടി രൂപയാണ്. NHPC അവസാന ട്രേഡിംഗ് സെഷനിൽ ഏകദേശം 0.23% ഇടിവ് നേരിട്ട് 77.43 രൂപയിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ NHPCയിൽ സാൻഡ് ടേക്കുന്നതാണ്. അൺഫോർച്ചുനേറ്റ്ലി NHPCയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. ഈ ഒരു സ്റ്റോക്കിലെ ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 83 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. യെസ് സർ. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചേക്കുന്ന ഓഹരി എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ് ആണ്. അവസാന സെഷനിൽ 1.44% മുന്നേറ്റമാണ് ഹിന്ദുസ്ഥാൻ കോപ്പർ രേഖപ്പെടുത്തിയേക്കുന്നത്. ആൻഡ് വീക്ക്ലി ബേസിസിൽ 6.5% മുന്നേറ്റം. സോ ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡിൽ സാൻഡ് ടേക്കുന്നതാണ്. ഹിന്ദുസ്ഥാൻ കോപ്പറിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസും ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിലെ ട്രെൻഡ് റിവേഴ്സലിന് ഒരു സാധ്യത കാണുന്നുണ്ട്. ഈ ആഴ്ചത്തെ ട്രേഡിൽ നമ്മൾ 257 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 280 അതിനുശേഷം 305 ആയിരിക്കും. 305 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. യെസ് സർ. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന സ്റ്റോക്ക് എന്ന് പറയുന്നത് ഉഷാമാർട്ടാണ്. അവസാന ട്രേഡിംഗ് സെഷനിൽ ഏകദേശം 0.8% മുന്നേറി 327 രൂപയിലാണ് ഉഷാമാർട്ട് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ ഉഷാമാർട്ടിൽ സാൻഡ് ടേക്കുന്നതാണ്. ഉഷാമാർട്ടിൻ ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ സ്റ്റോക്കിൽ കാര്യമായിട്ട് ഒരു ട്രേഡിംഗ് ലിക്വിഡിറ്റി വോളിയം ഒന്നും കാണാൻ സാധിക്കുന്നില്ല. അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിൽ ലോ റിസ്ക് ആയിട്ട് ഒരു ട്രേഡിംഗ് അവസരം ഇപ്പൊ കാണാൻ സാധിക്കുന്നില്ല. പേഴ്സണലി ഇത്തരം സ്റ്റോക്സ് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 380 രൂപയുടെ റെസിസ്റ്റൻസ് ഇത് ബ്രേക്ക് ചെയ്യണം. യെസ് സർ. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചേക്കുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസിനെ പറ്റിയാണ്. അവസാന സെഷനിൽ ഏകദേശം 1.16% ഇടിവാണ് റിലയൻസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആൻഡ് 1266 രൂപയിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ റിലയൻസിൽ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? റിലയൻസിന്റെ കേസിൽ കഴിഞ്ഞ 1-1.5 മാസത്തിനിടെ നമുക്ക് നല്ലൊരു കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു കൺസോൾട്ടേഷനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസിൽ മാറിയിട്ടുമുണ്ട്. ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബെയറിഷ്. ഈ ആഴ്ചത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് 1295. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 1340 ആയിരിക്കും അതിന്റെ അടുത്ത റെസിസ്റ്റൻസ്. ആൻഡ് അതിനുശേഷം 1400. 1400 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ച സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ എക്സ്പെക്ട് ചെയ്യാം. യെസ് സർ. വിഷ്ണു എന്നൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന ഫെഡറൽ ബാങ്കിനെ പറ്റിയാണ്. അവസാന സെഷനിൽ 2.46% മുന്നേറ്റമാണ് ഫെഡറൽ ബാങ്ക് രേഖപ്പെടുത്തിയത്. ആൻഡ് 188 രൂപയിലാണ് ഫെഡറൽ ബാങ്ക് ക്ലോസ് ചെയ്തേക്കുന്നത്. വീക്ക്ലി ബേസിസിൽ നോക്കുകയാണെങ്കിൽ ഫെഡറൽ ബാങ്ക് ഏകദേശം 1.5% റിട്ടേൺസ് ആണ് വീക്ക്ലി ബേസിസിൽ തന്നേക്കുന്നത്. ആൻഡ് 6 മന്ത് ബേസിസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 4% ഇടിവാണ് ഓഹരി രേഖപ്പെടുത്തിയേക്കുന്നത്. സോ ഫെഡറൽ ബാങ്കിൽ സാൻഡ് ടേക്കുന്നതാണ്. അൺഫോർച്ചുനേറ്റ്ലി ഫെഡറൽ ബാങ്കിന്റെ കേസിൽ അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയി തുടരുന്നു. നമുക്ക് ഈ ഒരു സ്റ്റോക്കിലെ കറന്റ്ലി ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 175 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ട്രെൻഡ് റിവേഴ്സലിന് വേണ്ടി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 195 രൂപ. യെസ് സർ. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചേക്കുന്ന ഓഹരി എന്ന് പറഞ്ഞാൽ ഡെൽഹിവറിയാണ്. റവന്യൂവിൽ ഏകദേശം 8.4% മുന്നേറ്റമാണ് റവന്യൂവിൽ ഡെൽഹിവറി രേഖപ്പെടുത്തിയേക്കുന്നത്. എബിഡയിൽ 6.3% ഇടിവ്. എമിഡ മാർജിൻ ഏകദേശം 4.3% ആണ് രേഖപ്പെടുത്തിയേക്കുന്നത്. ആൻഡ് നെറ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയ ഏകദേശം 25 കോടി രൂപയോളം ഡെൽഹിവറി നെറ്റ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആൻഡ് അവസാന ട്രേഡിംഗ് സെഷൻ ഏകദേശം 2.13% ഇടിഞ്ഞ് 315 രൂപയിലാണ് ഡെൽഹിവറി ക്ലോസ് ചെയ്തേക്കുന്നത്. സോ ഡെൽഹിവറിയിൽ സാൻഡ് ടേക്കുന്നതാണ്. ഡെലിവറിയുടെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ സ്റ്റോക്കിലെ ഷോർട്ട് ടേം ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 348 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അതിനുശേഷമുള്ള മേജർ റെസിസ്റ്റൻസ് 382 രൂപയിലാണ് കാണാൻ സാധിക്കുന്നത്. ഒരു ക്വയറി വന്നേക്കുന്നത് ഗ്രീവ്സ് കോട്ടൺ ലിമിറ്റഡിനെ പറ്റിയാണ്. അവസാന സെഷനിൽ ഏകദേശം 0.21% മുന്നേറ്റമാണ് ഗ്രീവ്സ് കോട്ടൺ രേഖപ്പെടുത്തിയേക്കുന്നത്. ആൻഡ് വീക്ക്ലി ബേസിസിൽ ഏകദേശം 8.72% മുന്നേറ്റം. ആൻഡ് ക്ലോസ് ചെയ്തേക്കുന്നത് 288 രൂപയിലാണ്. സോ ഗ്രീവ്സ് കോട്ടൺ ലിമിറ്റഡിൽ സാറിന്റെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഗ്രീവ്സ് കോട്ടന്റെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് അറ്റ് ദ മൊമെന്റ് ബുള്ളിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിൽ വീക്ക്നെസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ.
ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന സിഗ്നിഫിക്കന്റ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് 320 രൂപയിലായിരിക്കും. ഹവെവർ കറന്റ് ലെവൽസിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു പുതിയ ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് സൺ ടി വി നെറ്റ്വർക്ക് ലിമിറ്റഡിനെ പറ്റിയാണ്. അവസാന സെഷനിൽ ഏകദേശം 1.13% ഇടിവാണ് ഓഹരി രേഖപ്പെടുത്തിയേക്കുന്നത്. ആൻഡ് സൺ ടി വി നെറ്റ്വർക്ക് ലിമിറ്റഡ് 631 രൂപയിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ സൺ ടി വിയിൽ സാധനം ഇട്ടേക്കുന്നതാണ്. സൺ ടി വിയുടെ കേസിൽ ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നില്ല. പേഴ്സണലി ഇത്തരം സ്റ്റോക്സ് ഞാൻ ഒരിക്കലും ഇൻവെസ്റ്റ്മെന്റ് പർപ്പസിന് വേണ്ടി അഡ്വൈസ് ചെയ്യത്തില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 600 രൂപയിലായിരിക്കണം സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്തത്. യെസ് സർ. ഷാജി എന്നൊരു പ്രേക്ഷകൻ ചോദിച്ചേക്കുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡിനെ പറ്റിയാണ്. അവസാന സെഷനിൽ ഏകദേശം 3.58% ഇടിവാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആൻഡ് 1360 രൂപയിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ സാധനം ഇട്ടേക്കുന്നതാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസും ആയിട്ടാണ് കാണുന്നത്. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ബട്ട് 1260 രൂപയിൽ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ ആദ്യം തന്നെ 1600 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അതിന് ശേഷമുള്ള മേജർ റെസിസ്റ്റൻസ് 1800 1800 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. യെസ് സർ. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചേക്കുന്നത് അദാനി പവറിനെ പറ്റിയാണ്. അവസാനത്തെ 6 സെഷനിൽ ഇടിവോട് കൂടിയാണ് ഓഹരി ക്ലോസ് ചെയ്തേക്കുന്നത്. ആ ലാസ്റ്റ് സെഷനിൽ ഏകദേശം 1.86% ഇടിഞ്ഞ് 494 രൂപയിലാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. സോ അദാനി പവറിൽ സാധനം ഇട്ടേക്കുന്നതാണ്. ഓൾമോസ്റ്റ് എല്ലാ അദാനി സ്റ്റോക്സിലും നമുക്ക് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് അദാനി സ്റ്റോക്സിൽ ഒന്നും തന്നെ നമുക്ക് ലോ റിസ്ക് എൻട്രി അവസരം കാണാൻ സാധിക്കുന്നില്ല. അദാനി പവറിന്റെ സ്പെസിഫിക് കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസും ആയിട്ട് കാണുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 478 സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 550 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അതിനുശേഷമുള്ള റെസിസ്റ്റൻസ് ആദ്യത്തെ 590, അതിനുശേഷം 630 ആയിരിക്കും. യെസ് സർ. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചേക്കുന്നത് NBCCനെ പറ്റിയാണ്. NBCCന്റെ ഫണ്ടമെന്റൽസ് നോക്കുകയാണെങ്കിൽ നിലവിൽ 34.9% ഒരു ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് കൊടുക്കുന്ന ഒരു കമ്പനിയും കൂടിയാണ് NBCC. അവസാന ട്രേഡ് സെഷനിൽ 2.01% ഇടിഞ്ഞ് 92 രൂപയിലാണ് NBCC ക്ലോസ് ചെയ്തേക്കുന്നത്. സോ NBCCയിൽ സാൻഡ് ഔട്ട് ടേക്കുന്നതാണ്. NBCCയിലെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ 106 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. യെസ് സർ. താങ്ക് യു സർ. നമുക്ക് എന്തായാലും വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. താങ്ക് യു സർ. ഇത്രത്തോളം അപ്ഡേറ്റ്സും അനാലിസിസും നമ്മളൊപ്പം ഷെയർ ചെയ്തതിന്. നമുക്ക് എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സും കൂടുതൽ അനാലിസിസുമായി മാർക്കറ്റ് സ്ക്രീനറിൽ അനിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. നന്ദി, നമസ്കാരം.